ഇഡിയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ഇഡി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു, ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായപ്പോൾ അതിനെതിരായി നോട്ടീസ് അയക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി സ്വർണ്ണക്കള്ളക്കടത്ത് ആവിയായിപ്പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തീർപ്പില്ലാതായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ഇഡി നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കടപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ച ഒരു നടപടിയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കാൻ കഴിയും. അതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിലും ചെയ്തത്. ഇഡിയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ഇഡി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു, ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായപ്പോൾ അതിനെതിരായി നോട്ടീസ് അയക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി സ്വർണ്ണക്കള്ളക്കടത്ത് ആവിയായിപ്പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തീർപ്പില്ലാതായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ഇഡി നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കടപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ച ഒരു നടപടിയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കാൻ കഴിയും. അതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിലും ചെയ്തത്.